ഹലോ ഗൈസ്, അപ്പോൾ ഡോണ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കോളേജിയോ ദി ഡൊണേസിജിയസ് നോബ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിയത്തിലാണ്. മ്യൂസിയം വിത്ത് പള്ളി ഇതെല്ലാം കൂടി കലർന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പോവാം. ഗൈസ്, ഇതൊരു ചാപ്പലാണ്. താഴെ പള്ളിയും മുകളിൽ സ്കൂളും ആയിട്ടുള്ള ഒരു ചാപ്പലാണ്. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ ഗരുഡന്റെ രൂപമാണ്. ചാപ്പലിമാരുടെ ഗായക സംഘം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഗായകന്മാരെല്ലാം ഇവിടെ ഇരുന്നിട്ടാണ് പാട്ടുകളും കാര്യങ്ങളൊക്കെ പാടുന്നത്. ഒരു വലിയ കൊയർ ഗ്രൂപ്പ്, അത്ര തന്നെ. പെൺകുട്ടികളും ആൺകുട്ടികൾക്കുമായിട്ട് മാറ്റി മാറ്റിയുള്ള കൊയർ ഗ്രൂപ്പാണുള്ളത്. ഇത് ആൺകുട്ടികളുടെ കൊയർ ഗ്രൂപ്പാണ്. ഇതാണ് നമ്മുടെ കൗണ്ടർ. കൊയർ ഗ്രൂപ്പ് നടത്തുന്ന സ്ഥലം കണ്ട സ്ഥിതിക്ക് നമുക്ക് നേരെ നടക്കാം. ഇവിടേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാനായിട്ട്. നമ്മളിവിടെ താമസിക്കുന്ന റെസിഡന്റ് ആയതിന്റെ പേരിൽ നമുക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല. ടൂറിസ്റ്റുകാർക്കൊക്കെ ആണെങ്കിൽ 4 യൂറോ വെച്ചിട്ടാണ് ടിക്കറ്റ് നിരക്ക്. നമുക്ക് നേരെ ഇനി ചാപ്പലിന്റെ മധ്യഭാഗത്തേക്ക് കടക്കാം. എത്ര മനോഹരമായിട്ടാണോ ഈ ഒരു പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. അത്രയും മനോഹരം. 1557 മരിച്ച പുള്ളിയുടെ ശവകുടീരമാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ ഉണ്ടോ? പള്ളിയുടെ മധ്യഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു ശവകുടീരം കണ്ടു. അത് ശവകുടീരം ആണെന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. 1890 മരിച്ച കർദിനാൾ സെലീസയുടെ ശവകുടീരമാണ് ഇവിടെ ഉള്ളത്. പള്ളിയുടെ മധ്യഭാഗത്ത് തന്നെയായിട്ടാണ് ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റിനും സ്വർണ്ണനിറമുള്ള വിഗ്രഹങ്ങളൊക്കെ വെച്ച് നടുക്ക് ഭാഗത്തായിട്ടുള്ള ഒരു ശവകുടീരം. റിക്കാർഡോ ബെല്ലേവർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ശവകുടീരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചിത്രപ്പണികളാണ് ഈ പള്ളിയിൽ ഉടനീളം കാണുന്ന കുറേ രൂപങ്ങൾ. പള്ളിയുടെ പ്രൗഢി കൂട്ടാനായിട്ടുള്ള എല്ലാ രൂപങ്ങളും സമന്വയിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ചാപ്പലിലേക്ക് വരുമ്പോൾ തന്നെ ഇതിന്റെ അലങ്കാരപ്പണികളും ലൈറ്റ്സും കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് മഞ്ഞളിക്കും. ഒത്ത നടുക്കായിട്ട് ഇതുപോലെയുള്ള ശവകുടീരവും, ശവകുടീരത്തിന് ചുറ്റുമായിട്ട് മാലാഖമാരുടെ പടങ്ങളും അനവധി രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. മരണമറിഞ്ഞ കർദിനാളിന്റെ പ്രതിമയ്ക്ക് യാതൊരു വിധത്തിലുള്ള പെയിന്റിങ്ങും കൊടുക്കാതെയാണ് ഇവിടെ പണി ചെയ്തു വെച്ചിരിക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലത്തെ ഒരു സംഭവം. ഇത് മാർബിളാണോ? അതെ, ഇത് മാർബിളാണ്. ആർട്ട് ചെയ്തേക്കണതാ മാർബിള്. ഇതൊക്കെ ആയിരിക്കും മറ്റേ പുള്ളി വരച്ച പടങ്ങളൊക്കെ. ഗ്രേക്കോ അറിയില്ല. 1530 ജനിച്ച് 1606 മരിച്ച ഒരാൾ ചെയ്ത പെയിന്റിംഗ് ആണ് നമ്മൾ പുറകെ കാണുന്നത്. ആദ്യം കണ്ടത് മിനാന്റെ പെയിന്റിംഗ് ആണത്. നമ്മൾ ഇങ്ങനെയുള്ള പള്ളികളിലൊക്കെ വരുമ്പോൾ എപ്പോഴും ഭയങ്കരമായിട്ട് എന്താണ് അടുത്തതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ? ആ ഒരു ക്യൂരിയോസിറ്റി എന്നിൽ നന്നായിട്ടുണ്ട്. ഇത് ആക്ച്വലി കോപ്പിയാണ്. ഇതിന്റെ ഒറിജിനൽ ഇവിടുന്ന് മാറ്റി. ഒറിജിനൽ ഒരിക്കലും അവിടെ വെക്കത്തില്ല. ഈ ഒരു പെയിന്റിങ്സും എല്ലാ കാര്യങ്ങളും ഈ ഒരു പെയിന്റിങ്ങിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം രൂപക്കൂടുതൽ പണിത് കാര്യങ്ങളൊക്കെ. 1500 ചെയ്തേക്കണ പണികൾ വർക്കുകളാണ്. 1500 ചെയ്ത പണികളാണ്. അപ്പൊ അത്രയും പഴക്കമുള്ള പെയിന്റിംഗ് ആണ് ഇതിലുള്ളത്. ചാപ്പലിന്റെ മധ്യഭാഗത്ത് കൂടി ഒരു ചെറിയൊരു വാതിലുണ്ട്. അതുവഴിയാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. 4 വശവും ചതുരാകൃതിയിൽ കെട്ടി നിർത്തിയിട്ടുള്ള ഒരു ചുറ്റുമതിൽ പോലത്തെ ഭാഗം. അവിടെ ഈ പള്ളി തുടങ്ങിയ കാലഘട്ടത്തിൽ മുതൽ പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല വസ്തുക്കളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് പഴങ്ങ ചെന്ന ഒരു ചാപ്പലാണ് കേട്ടോ ഇത്. ചുറ്റോട് ചുറ്റും ഓരോരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പള്ളി ഉണ്ടായ കാലഘട്ടത്തിൽ മുതൽ അവർ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പണ്ടത്തെ കാലത്ത് ബൈബിള്, പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുള്ള വിശ്വാസത്തിന്റെ പ്രമാണങ്ങൾ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട് സീല്, കത്രിക, ആന്റിക്കായിട്ടുള്ള വീഞ്ഞ്. ഏറ്റവും കൂടുതലൊരു സംഭവം എന്ന് പറഞ്ഞാൽ സ്പെയിനിൽ വൈൻ ഭയങ്കരമായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഇറ്റലിയിലും സ്പെയിനിലാണ് ഏറ്റവും കൂടുതൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു മിനി വെർഷൻ. ഇതെന്താ സാധനം? അത് ഇത് കിണറ്റിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതൊരു കിണറാണോ? ഇതൊരു കിണറാണോ? ഇതൊരു കിണറാ. തൊടാൻ പാടില്ല. അറിയില്ല. ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഇത് വെള്ളം കപ്പിയും കയറുമാണ് വെച്ചിട്ട് വെള്ളം കോരി എടുക്കണം. ഇത് കുഞ്ഞു കിണറാ. ഇത് ഇത്രയും ചെറിയ സ്ഥലത്തൊരു കിണറുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളൊരു കിണർ കാണണമെങ്കിൽ ഇതാണ്. ഇത് കപ്പിയും ഇത് കയറുമാണ്. ഇതിൽ വെച്ചിട്ട് ഇത് ഓപ്പൺ ആക്കുക, എന്നിട്ട് ഇതിന് വെള്ളം കോരുക.
റിട്ടേൺ ഇതെല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. തിരിച്ച് കയറിറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു കിണറാണ്. ഈ കിണറിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഈ ഒരു ചെമ്പിലേക്ക് വെള്ളം ഒഴിക്കും. കുഞ്ഞുങ്ങളുടെ സ്നാനമൊക്കെ നടക്കുന്നത് ഇങ്ങനൊരു ചെമ്പിലാണ്. പണ്ട് കാലഘട്ടത്തിൽ പള്ളിയുടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് മാമോദിസയൊക്കെ നടന്നിരുന്നത്. ഇവിടുന്ന് ഒരു 4 ചുറ്റിനും ഒരു സംഭവം കാണാനായിട്ട് സാധിക്കും. ഒരു ചുറ്റുമതിൽ പോലെ. ചുറ്റുമതിലിന്റെ ഒത്ത നടുക്കാണ് ഈ ഒരു പൂന്തോട്ടം നിൽക്കുന്നത്. പള്ളിയുടെ പൂന്തോട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ ചുറ്റുമതിലിന് ചുറ്റും നടന്നിരുന്നു. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള റൂമിലേക്ക് പോയാലോ? എന്നാ വാ, നമുക്ക് ആ റൂമിലോട്ടൊന്ന് പോവാം. എന്താണ് നിലവിലുള്ള പള്ളി എന്ന് എനിക്ക് തോന്നുന്നു. ഇത് പള്ളിയല്ല, കാരണം ഇത് ഇങ്ങനെ കയറ് കെട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ പെർമിഷൻ ഇല്ല എന്നാണ് അർത്ഥം. പെർമിഷൻ ഇല്ല, പക്ഷെ അവിടെ ഇരിക്കാനും പിന്നെ കൊയറിനുള്ള ഓർഗനാണ് ഇരിക്കുന്നത്. രാജകീയ പ്രൗഢിയോട് കൂടിയിട്ടുള്ള ഈ റൂമിലാണ് ഗായക സംഘങ്ങളൊക്കെ പാട്ട് പാടുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു കൊയർ ഗ്രൂപ്പ്. പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഒരു കൊയർ ഗ്രൂപ്പ് ഉണ്ട്. അത് ചാപ്ലിമാരുടെ ആണെങ്കിൽ ഇത് പെൺകുട്ടികളുടെ കൊയർ ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ചുമരുകളൊക്കെ കർട്ടൻ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന ചുമരുകളാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇതിൽ പള്ളിയായിരുന്നെങ്കിൽ ടൂറിസ്റ്റുകാരൊക്കെ വന്നു പോകുന്ന ഒരു മ്യൂസിയം ആയിട്ട് മാറി. പള്ളിയും സ്കൂളും കൂടിയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഇത്. ഇപ്പൊ ഇത് പ്രവർത്തന സജ്ജമല്ല. പണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പണ്ട് അച്ഛന്മാരും കന്യാസ്ത്രീമാരൊക്കെ ഉപയോഗിച്ചിരുന്ന അവരുടെ ബൈബിളുകളും വിശ്വാസ പ്രമാണങ്ങളും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അവ വീഞ്ഞുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഓരോരോ പാത്രങ്ങളും കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്ന കുഞ്ഞി പാത്രങ്ങളും എല്ലാം ഇപ്പോഴത്തെ ജനറേഷന് കാണാൻ വേണ്ടി തുറന്നിട്ട് കൊടുത്തിരിക്കുക. ഈ പള്ളിയുടെ പല ഭാഗങ്ങളിലും പലരും താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതെല്ലാം കയറി കെട്ടി അടച്ചിട്ടിരിക്കുകയാണ്. തുറന്നിട്ടിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഒത്ത നടുക്കായിട്ട് ഒരു പൂന്തോട്ടം, അതാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയാനായിട്ട്. വളരെ ബൃഹത്തായി തന്നെയാണ് പണ്ട് കാലത്തെ ആളുകൾ ക്രിസ്തുവിനെ ആരാധിച്ചു പോകുന്നതെന്നുള്ളത് ഈ ഒരു പള്ളി കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കൊളേജിയോ ഡൊനേറ്റോ നൊബേലിസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.